ദേവീ ശരണം അമ്മേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. നോവുന്നു മമ മാനസം, ഉയരഹോ വേവുന്നു ജന്മാർജിത പാപപങ്കമിയെന്നിടും. മനമഹോ കീറുന്നു ദൈവേച്ഛിതം. മാറിയിടേണമെനിക്കിതിന്നു ക്ഷമ ചോദിക്കുന്നു സർവേശ്വരി. മാതാവേ കാത്തുരക്ഷിക്കുക, കഴലിണയിൽ ക്ഷീണനായി വീണുരന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത പ്രഭാഷണ വേദിയിലേക്ക്, ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ ദേവി ബ്രഹ്മപുത്രനായ സ്വയംഭൂ മനുവിന് വരദാനം കൊടുക്കുന്നതും, രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ വരാഹ അവതാരവും, മൂന്നാമത്തെ അധ്യായത്തിലെ മനുവംശവർണ്ണനത്തില് മനുവിൻ്റെ 3 പുത്രിമാരായിട്ടുള്ള ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്നിവരുടെ കഥകളും, നാലാമത്തെ ഒരധ്യായം കൊണ്ട് പ്രിയവ്രത ചരിതവും പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള 5-ാമത്തെ അധ്യായത്തിലേക്കാണ് പോകേണ്ടത്. അഷ്ടമസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം, ഇതിലെ വിഷയങ്ങൾ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ ദീർഘമായിട്ട് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നതായിട്ടുള്ള ഭൂഗോള വിവരണമാണ്. അവിടെ ഭൂഗോള വർണ്ണനം എന്ന് പറയുന്നു, ഇവിടെ ഭൂഗോള വിവരണം എന്നാണ് പറയുന്നത്. ആ ഭാഗങ്ങളിലേക്കാണ് ഇനി നമുക്ക് 5ാം അധ്യായത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ളത്. നാരദ ഋഷിക്ക് ശ്രീമൻ നാരായണന്റെ തന്നെ അവതാരമായിട്ടുള്ള നാരായണ ഋഷി പറഞ്ഞു കൊടുക്കുന്ന ഭാഗങ്ങൾ, നാരായണ ഋഷി നാരദ സംവാദമായിട്ടുള്ള ഭാഗങ്ങളാണല്ലോ അവലോകനം ചെയ്തുകൊണ്ട് പോകുന്നത്. തുടർന്നുകൊണ്ട് നാരായണ ഋഷി പറയുന്നു, ദേവർഷേ ശൃണു വിസ്താരം ദ്വീപവർഷ വിഭേദത ഭൂമണ്ഡലസ്യ സർവസ്യ യഥാ ദേവ പ്രകൽപിതം. ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഭൂമണ്ഡലത്തിൻ്റെ ദ്വീപവർഷ ആദി രൂപത്തിലുള്ള രൂപകൽപ്പന ഏതു വിധമാണ് എന്ന് പ്രത്യേകം ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം, കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവരിക്കാൻ തുടങ്ങിയത്. ചുരുക്കി പറയാനുള്ളതേ ഉള്ളൂ, ഒട്ടും വിസ്തരിക്കുന്നില്ല. ഒന്നാമത്തത് ജംബൂദ്വീപമാണ്. അതിന് 1,00,000 യോജന വലിപ്പമുണ്ട്. ഒരു താമരയല്ലി പോലെ, താമരപ്പൂവ് പോലെ വൃത്താകൃതിയിലുള്ളതാണിത്. ഈ ജംബൂദ്വീപത്തിലെ 9 വർഷങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം ഉണ്ട്. ഓരോന്നിനും 9,000 യോജന വിസ്താരമുണ്ട് എന്നാണ് ഇവിടെ പറയണത്. ഓരോന്നും എണ്ണിപ്പറയാവുന്ന വിധത്തിൽ 8 വലിയ പർവ്വത പങ്ക്തികളാൽ പ്രത്യേകം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഈ ജംബൂദ്വീപത്തിലുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം. തെക്കും വടക്കുമുള്ള വർഷങ്ങൾ രണ്ടും വില്ലുപോലെ വളഞ്ഞിട്ടുള്ളതാണ്. നീളത്തിൽ കിടക്കുന്നതായിട്ടുള്ള 4 ഭൂഖണ്ഡങ്ങളുണ്ട്. ചതുരാകൃതിയിലുള്ളതാണ് ഇളാവൃതം എന്നവിടെ പറയണു.
മധ്യഭാഗത്തുള്ള വർഷമാണ് ഇളാവൃതം എന്ന് പറയുന്നത്. അതിൻ്റെ ഒത്തനടുക്ക് 1,00,000 യോജന ഉയരമുള്ളതും സ്വർണവർണ്ണമായിട്ടുള്ളതുമായിട്ടുള്ള സുമേരു പർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കമലാകൃതിയിൽ താമര ആകൃതിയിലുള്ള ഭൂഗോളത്തിൻ്റെ കർണിക പോലുള്ള ഈ പർവ്വതത്തിൻ്റെ ശിഖരത്തിന് 30,000 യോജന ഇതിൻ്റെ ശിഖരത്തിന് വിസ്താരമുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. 16,000 യോജന വിസ്താരമുണ്ട് ഭൂമിക്കടിയിലുള്ള കീഴ്ഭാഗത്തിന്. 32,000 യോജന വലിപ്പമേ ഇതിനെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുള്ളൂ. ഇളാവൃതത്തിൻ്റെ ഉത്തരഭാഗത്ത് നീലം, ശ്വേതം, ശൃംഗവാൻ എന്നിങ്ങനെ 3 പർവ്വതങ്ങളുണ്ട്. ഇവ ഇതിൻ്റെ അതിർത്തിയെ കാണിക്കുന്നതായിട്ടുള്ള പർവ്വതങ്ങളാണ്. രമ്യകം എന്ന ഭൂഖണ്ഡത്തിൻ്റെ 2ാമത്തേതായിട്ടുള്ള ഹിരണ്മയ രാജ്യത്തിൻ്റെയും 3ാമത്തേതായ കുരുവർഷത്തിൻ്റെയും അതിർത്തികളെ സൂചിപ്പിക്കുന്ന 2 അഗ്രങ്ങളും ക്ഷാരസമുദ്രത്തെ സ്പർശിക്കുന്നുണ്ട്. അത്രത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന പർവ്വതമാണ് ഇവ ഓരോന്നും എന്ന് പറയുകയാണ്. 2,000 യോജന വലിപ്പമുണ്ട് നീലപർവ്വതത്തിന്. അതിൻ്റെ 10ൽ 1 അംശം കുറവാണ് ശ്വേതപർവ്വതത്തിന്. അതിൻ്റെ 10ൽ 1 അംശം കുറവാണ് ശൃംഗവാൻ എന്ന് പറഞ്ഞ പർവ്വതത്തിന്. ഇത് ഭൂഗോള വർണ്ണനയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഭൂഖണ്ഡങ്ങൾ, അതിൻ്റെ വിസ്താരങ്ങൾ, അവിടെയുള്ള പർവ്വതങ്ങൾ, നദികൾ മുതലായിട്ടുള്ളവയാണല്ലോ ഭൂഗോള വർണ്ണനത്തിൽ പറയാനുള്ള വിഷയങ്ങൾ. അതാണ് ഇവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈർഘ്യത്തിൽ, നീളത്തിൽ കുറവുണ്ടെങ്കിലും ഇവയിലെല്ലാം ധാരാളം സരസ്സുകൾ, നദികൾ ഒക്കെ ഉണ്ട് എന്നാണ് പറയണത്. ഈ പർവ്വതങ്ങളിൽ ഇളാവൃതത്തിന് തെക്കായിട്ട് നിഷധം, ഹേമകൂടം, ഹിമാലയം എന്നിങ്ങനെ കിഴക്കോട്ട് നീണ്ടു നിൽക്കുന്നവയും നല്ല അഴകുള്ളവയും 10,000 യോജന ഉയരമുള്ളതുമായ 3 പർവ്വതങ്ങളുണ്ട് എന്ന് പറയണു. പിന്നീട് ഹരിവർഷം കിം പുരുഷം ഭാരതം ച യഥാ തഥം വിഭാഗാത് കഥയന്ത്യേ മര്യാദാഗിരയസ്ത്രയ. ഹരിവർഷം, കിംപുരുഷവർഷം, ഭാരതം ഇവയെ വേർതിരിക്കുന്നതായിട്ടുള്ള ഗിരികൾ, പർവ്വതങ്ങൾ ഇവ 3മാണ്. ഇളാവൃതത്തിൻ്റെ പശ്ചിമഭാഗത്തായി മാല്യവാൻ എന്ന പർവ്വതം നിൽക്കണു. കിഴക്ക് ഭാഗത്തായി ശ്രീസമൃദ്ധമായ ഗന്ധമാദന പർവ്വതം സ്ഥിതി ചെയ്യണു. ഇവ രണ്ടും മുൻപ് പറഞ്ഞ നീല, നിഷേധ പർവ്വതങ്ങളെ സ്പർശിക്കുമാറ് 2,000 യോജന നീണ്ട് തടിച്ചു കിടക്കുന്ന അതിർത്തി സൂചനങ്ങളായിട്ടുള്ള പർവ്വതങ്ങളാണ്. കേതുമാലം, ഭദ്രാശ്വം എന്നീ വർഷങ്ങളെ വേർതിരിച്ച് നിർത്തുന്നവയും പ്രസിദ്ധവുമാണ് മന്ദരം, മേരുമന്ദരം, സുപാർശ്വകം, കുമുദം എന്നീ വിഖ്യാതങ്ങളായിട്ടുള്ള പർവ്വതങ്ങൾ. ഇത് മേരുവിൻ്റെ ചുവട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10,000 യോജന വിസ്താരവും അത്രയും തന്നെ ഉയരവും ഇവയ്ക്കെല്ലാം ഉണ്ട്. ഈ പർവ്വതങ്ങൾ മേരുപർവ്വതത്തിൻ്റെ 4 ദിക്കിലായിട്ട് സർവത്ര വ്യാപിച്ചു കിടക്കുന്നുണ്ട്. മേരുവിനെ താങ്ങി നിർത്തുന്ന തൂണുകൾ പോലെ ഈ 4 പർവ്വതങ്ങളും നിലകൊള്ളുന്നു. ഈ പർവ്വതങ്ങളിൽ വളരെ വലിയ മരങ്ങളായിട്ടുള്ള തേന്മാവ്, ഞാവല്, കടമ്പ, ആല മുതലായവയെല്ലാം ഉണ്ട്. 1000 യോജന ഉയരവും 100 യോജന വർണ്ണവുമുള്ള പർവ്വതാകാരമായിട്ടുള്ള വൃക്ഷങ്ങൾ ഈ പർവ്വതങ്ങളുടെ കൊടിമരങ്ങളെ പോലെ വിരാജിക്കുന്നുണ്ട്. ഈ മരങ്ങളെക്കാൾ വിസ്താരം 10 മടങ്ങ് വിസ്താരമുള്ളതായിട്ടുള്ള 4 സരസ്സുകളും ആ പർവ്വതങ്ങളിൽ